ഹായ് വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്ന സെർച്ച് ക്യാമ്പയിനാണ്. സെർച്ച് ക്യാമ്പയിൻ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. സെർച്ച് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താണ് ഈ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊച്ചി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ സ്പോൺസേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്ന ലിങ്കിനെയാണ് സെർച്ച് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ads.google എന്ന് പറഞ്ഞ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ജസ്റ്റ് സൈൻ ഇൻ കൊടുക്കുക. ഒരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ നോക്കി. ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ഗൂഗിൾ ആഡ്സിൻ്റെ ഹോം പേജാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് മെനൂസ് കാണാം. ക്യാമ്പയിൻ, ടൂൾസ്, ഗോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെനൂസ് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ക്യാമ്പയിൻസിൻ്റെ അകത്താണ് നമ്മൾ ആഡ് ക്യാമ്പയിൻ എന്ന ഓപ്ഷൻ വരുന്നത്. ഇപ്പം നമ്മൾ ഹോം സ്ക്രീനിൽ തന്നെ നമുക്കിപ്പം റൺ ചെയ്യുന്ന ആഡ്സ് എല്ലാം ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ആഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയ ആഡ് റൺ ചെയ്യുന്നതിനായിട്ട് ഈ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാമ്പയിൻ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ കണ്ടു, ഇവിടെ കുറച്ച് ക്യാമ്പയിൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ് ആണ് ഈ ആദ്യം കാണിക്കുന്നത്. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഇത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമുക്ക് ചെയ്യേണ്ടത് ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിത്തൗട്ട് എ ഗോൾ ഗൈഡൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് പ്രൊഫഷണൽ വേയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് ചെയ്യുന്നതാവും നല്ലത്. അതിനുശേഷം നല്ല ഇവിടെ സെർച്ച് ക്യാമ്പയിൻ, നമുക്ക് പല ടൈപ്പ് ക്യാമ്പയിൻ ഉണ്ട് നമ്മൾ പഠിച്ചു. അതിൽ നമുക്ക് ഫസ്റ്റ് ക്യാമ്പയിൻ സെർച്ച് ക്യാമ്പയിൻ എങ്ങനെയാണെന്ന് നോക്കാം. സെർച്ച് ക്യാമ്പയിൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ രണ്ട് ഓപ്ഷനോട് ചോദിക്കും. നമ്മളിപ്പോൾ ഈ ക്യാമ്പയിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് വിസിറ്റ് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഫോൺ കോൾ ആണോ, ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഫോൺ കോൾ, ഞാൻ വെബ്സൈറ്റ് വിസിറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കും. നമുക്ക് നമ്മുടെ ഒരു ക്ലൈൻറ്റ് ML വാട്ടർ ടെക്നോളജി എന്നൊരു ക്ലൈൻറ്റിൻ്റെ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ തന്നെ വെബ്സൈറ്റ് അഡ്രസ്സ് നമുക്കിവിടെ കൊടുക്കാം. ഫോൺ നമ്പറാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫോൺ കോൾസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഫോൺ കോൾസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രി കോഡ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ, ആ ബിസിനസ്സിൻ്റെ ഫോൺ നമ്പർ കൊടുക്കുക. അതിലേക്കായിരിക്കും അപ്പോൾ ഈ ആഡിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കോഡ് പോകുന്നത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തെ ഇവിടെ സെർച്ച് ക്യാമ്പയിൻ നെയിം ചോദിക്കും. അതായത് നമ്മുടെ ക്യാമ്പയിൻ്റെ നെയിം എന്താണ് നമ്മൾ കൊടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ക്യാമ്പയിനാണ്. ഇപ്പോൾ സെർച്ച് ക്യാമ്പയിൻ ആണെന്ന് മനസ്സിലായി. ഏത് ക്ലൈൻ്റ് ആണെന്നുള്ളത് കൂടെ കൊടുക്കണം. ഏത് ഡേറ്റ് കൂടെ കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലത്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഇതാരും കാണുന്നതല്ല. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഹോം സ്ക്രീനിൽ നോക്കുമ്പോഴത്തെ ഇന്ന ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ML വാട്ടർ ടെക്നോളജിയുടെ സെർച്ച് ക്യാമ്പയിനാണ്. അതിപ്പം നമുക്ക് സെപ്റ്റംബർ 24 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും 24 നമ്മൾ റൺ ചെയ്തതാണെന്നുള്ളത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴേ ഇവിടെ ബിഡിങ്ങിൻ്റെ കുറച്ച് ഓപ്ഷൻസ് നോക്കി. ഇത് നിങ്ങൾ വിട്ടേക്കുക. കാര്യം നമുക്കിവിടെ ബിഡിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വേറെ സെർച്ച് ക്യാമ്പയിൻ ആകുമ്പോഴത്തേക്ക് ബെറ്റർ റിസൾട്ട് അതിന് ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്ത് നിങ്ങൾ തൽക്കാലം സ്കിപ്പ് ചെയ്യുക. അടുത്ത വേറെ മറ്റുള്ള ക്യാമ്പയിനൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ബിഡിങ്ങിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. അതിനുശേഷം തന്നെ ഇവിടെ ഒരു ക്യാമ്പയിൻ സെറ്റിംഗ്സ് ചോദിക്കുന്നുണ്ട്. സെർച്ച് നെറ്റ്വർക്കിൽ കാണിക്കണോ, ഡിസ്പ്ലേ നെറ്റ്വർക്കിൽ കാണിക്കണോ എന്നുള്ള. ഈ സെർച്ച് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ OLX അതുപോലെ തന്നെ ഇന്ത്യ മാർട്ട് തുടങ്ങിയ സൈറ്റുകളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അത് സ്പോൺസേഡ് എന്ന് പറഞ്ഞിട്ട് സൈഡിൽ ഈ ഗൂഗിൾ ആഡ്സിൻ്റെ ആഡ് കാണിക്കും. അങ്ങനെയുള്ള തേർഡ് പാർട്ടി സൈറ്റുകളിൽ കാണിക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ വേറെ മറ്റുള്ള വെബ്സൈറ്റിൽ കാണിക്കുന്ന ബാനർ, ഈ ന്യൂസ് ചാനലും അതിൻ്റെ അകത്തൊക്കെ കാണിക്കുന്ന ബാനർ, ന്യൂസ് നെറ്റ്വർക്ക് ചാനലൊക്കെ ഉണ്ടല്ലോ വെബ്സൈറ്റിൻ്റെ അകത്തൊക്കെ നമ്മളൊരു ബാനർ കാണിക്കും. ആ ബാനറിൻ്റെ അകത്ത് നമ്മുടെ ആഡ് കാണിക്കണം എന്നുള്ളതാണ്. ഇത് നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്ന കാര്യം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കീവേഡ് അനുസരിച്ച് സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നതിന് ഒരു ഓപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന കീവേഡ്സ് ഉണ്ടല്ലോ, കീവേഡ് സെർച്ച് ചെയ്യുമ്പോഴാണല്ലോ ഗൂഗിളിൽ പോയിട്ട് എന്തെങ്കിലും കീവേഡ് സെർച്ച് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ഇത് കാണിക്കുന്നത്, ഈ ആഡ് കാണിക്കുന്നത് ഈ കീവേഡിന് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കീവേഡിന് നല്ല സെർച്ച് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കുക. സെർച്ച് വോളിയം നല്ലതായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം നമുക്ക് വേറെയുള്ള വെബ്സൈറ്റിലേക്ക് പോയി നമ്മുടെ പൈസ പെട്ടെന്ന് തീർന്നു പോകും, നമ്മൾ ആഡ് ചെയ്യുന്ന ബഡ്ജറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കാതിരിക്കുന്നത് നല്ല സെർച്ച് വോളിയം ഉള്ള കീവേഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യുന്നതാവും നല്ലത്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ ചോദിക്കും. ഏത് ലൊക്കേഷനാണ് ചെയ്യേണ്ടത്. വേൾഡ് ഫുള്ള് ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. ഇന്ത്യ മാത്രമാണ് ഇത് സെലക്ട് ചെയ്യുക. അതല്ല നമുക്കൊരു പർട്ടിക്കുലർ ലൊക്കേഷനാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ കേരള മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ഇവിടെ കേരള കൊടുക്കുക. ഇനി നമുക്ക് അവിടുന്ന് കൊച്ചി മാത്രം അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊച്ചിന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇവിടെ ഇൻക്ലൂഡ് എക്സ്ക്ലൂഡ് എന്നുണ്ട്. ഈ എക്സ്ക്ലൂഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊച്ചി മാത്രം എക്സ്ക്ലൂഡ് ആയിട്ട് വരും. മനസ്സിലായോ?
ഇതാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കൊച്ചി എക്സ്ക്ലൂഡഡ് ലൊക്കേഷൻ 1 എന്ന് പറഞ്ഞ് കാണിക്കും. കൊച്ചി മാത്രം കാണിക്കത്തില്ല, ബാക്കി കേരളം മൊത്തം കാണിക്കും. ഞാനത് അവോയ്ഡ് ചെയ്യാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാണിച്ചാണ്. പിന്നെ അതാണ് ഇവിടെ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ഇംഗ്ലീഷ്, നോർമലി ഇംഗ്ലീഷിന് അതിലൊന്നും ചെയ്യേണ്ട. പിന്നെ ഇവിടെ വന്നിട്ട് മോർ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ഇത് എന്ന് തൊട്ട് എന്ന് വരെ റൺ ചെയ്യണമെന്നുള്ളത്. ഇപ്പൊ നോർമലി ഇതിൻ്റെ അത് ഡേറ്റ് സ്റ്റാർട്ട് ഡേറ്റ് മാത്രമല്ല, എൻഡ് ഡേറ്റ് ഇല്ല. അപ്പൊ നമുക്കുള്ള ഒരു ഇതെന്ന് വെച്ചാൽ എൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് ഒരു 5000 നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5000 തീരുന്നിടം വരെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്നൊക്കെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഓൾ ഡേ എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇത് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്ന തൊട്ട് ഇന്ന ഡേറ്റ് വരെ മതി. ഇപ്പൊ ഓണത്തിന്റെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആഡാണ് നമ്മൾ റൺ ചെയ്യുന്നതെങ്കിൽ അതുവരെ മതി, ബാക്കി ബഡ്ജറ്റ് അവിടെ കിടന്നോട്ടെ എന്നാണെങ്കിൽ നമുക്ക് ആ ഒരു എൻഡ് ഡേറ്റ് പറഞ്ഞു കൊടുക്കാം. അതുപോലെ എൻഡ് ഡേറ്റ് കൊടുക്കേണ്ട ചില കേസിൽ ഇപ്പൊ നമ്മൾ ക്രെഡിറ്റ് കാർഡൊക്കെ ആഡ് ചെയ്തിടുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അതിൽ നിന്ന് പൈസ എടുക്കുന്ന രീതിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എൻഡ് ഡേറ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഡിൽ നിന്ന് ഇങ്ങനെ പൈസ എടുത്ത് ഇത് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ എൻഡ് ഡേറ്റ് വേണമെങ്കിൽ ഇവിടെ എൻഡ് ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം ഈ ഓൾ ഡേ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പോൾ നമ്മളൊരു കോൾ ആണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആഡ് കണ്ടിട്ട് അവരൊരു കോൾ ആണ് ചെയ്യണമെങ്കിൽ ഓൾ ഡേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സൺഡേ സാറ്റർഡേ ഓഫ് ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദിവസം അവർ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ നമ്മുടെ പൈസ പോകും, പക്ഷെ നമുക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന ഡേയ്സ് മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓൾ ഡേ എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾക്ക് മൺഡേ ടു ഫ്രൈഡേ എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. മൺഡേ ടു ഫ്രൈഡേ കൊടുക്കുക. നമുക്ക് ടൈമും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 9 മണി തൊട്ട് 6 മണി വരെ കോള് നമ്മൾ എടുക്കാനായിട്ട് ആളുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് 9 to 18 സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. 24 hours ക്ലോക്ക് ആണ്. അപ്പോൾ നമുക്കൊരു 18 വരെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ആഡ് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഈ റൊട്ടേഷൻ, ആഡ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആഡ് ഗ്രൂപ്പ് 4 ആഡ് ഗ്രൂപ്പ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 4 ആഡ് റൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ആഡ് റൊട്ടേഷൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിൻ്റെ ഒരു ആഡ് മാത്രം ബെസ്റ്റ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആഡിന് കൂടുതൽ ബഡ്ജറ്റ് നമ്മളിപ്പോൾ ടോട്ടൽ 5000 കൊടുത്തേക്ക്. അപ്പോൾ കൂടുതൽ ബഡ്ജറ്റ് ആ ബെസ്റ്റ് പെർഫോം ചെയ്യുന്ന ആഡിന് കൊടുക്കണമെന്നുള്ളതാണ് ഈ ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡു നോട്ട് ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത പോലെ എല്ലാ ആഡിനും ഈക്വൽ ആയിട്ട് നമ്മൾ ഈ ബഡ്ജറ്റ് കൊടുക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം റൺ ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡു നോട്ട് ഒപ്റ്റിമൈസ് തന്നെ ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒപ്റ്റിമൈസ് നമ്മൾ ആദ്യം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ദിവസം ഒരു ക്ലിക്ക് കിട്ടി, ഒരാഡിന് ക്ലിക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഗൂഗിൾ കൺസിഡർ ചെയ്യുന്ന ആ ആഡാണ് ഏറ്റവും നല്ലതാണ്. ചിലപ്പോൾ അതായിരിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ഡു നോട്ട് ഒപ്റ്റിമൈസ് 1-2 ദിവസം ഡു നോട്ട് ഒപ്റ്റിമൈസ് റൺ ചെയ്തതിന് ശേഷം ഒപ്റ്റിമൈസ് കൊടുത്തിട്ട് ചെയ്യുന്നതാവും നമുക്ക് നല്ലത്. പിന്നെ അതിന് താഴേക്ക് വരുമ്പോഴത്തേക്കും ഡേറ്റ് സെറ്റ് ചെയ്യാനേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ കീവേഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതിന് നമുക്കിപ്പോൾ ഗൂഗിൾ തന്നെ ഒരു എന്താ പറയുക ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന, അതായത് ഒരു AI പോലത്തെ ഒരു ടൂൾ ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വെബ്സൈറ്റിന് അഡ്രസ്സ് നമ്മൾ ഇവിടെ കൊടുത്താൽ മതി. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ നിന്നുള്ള കണ്ടന്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെടുക്കും, എടുത്ത് ഇവിടെ ലോഡാക്കും. എന്നിട്ട് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ആഡ് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യും, ഡൈനാമിക് ആഡ്സ് ഇത് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇവർ സെർച്ച് ചെയ്യുന്ന കീവേഡ് അനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആഡ് അതിന്റെ ഡീറ്റെയിൽസ് മാറ്റി കാണിക്കാം. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്, ചില സമയത്ത് ഇത് റിലവന്റ് ആയിരിക്കത്തില്ല. നമ്മുടെ വെബ്സൈറ്റ് ഇനഫ് ഡാറ്റ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കാണിക്കുന്ന ആഡ് നമുക്ക് റിലവന്റ് ആയിരിക്കത്തില്ല. അപ്പൊ നമുക്ക് ആ ഒരു ഓപ്ഷൻ തൽക്കാലം ചെയ്യാതിരിക്കുന്നതിനാൽ നമ്മളിവിടെ സ്കിപ്പ് കൊടുത്താൽ മതി. സ്കിപ്പ് കൊടുക്കുമ്പോഴത്തേക്ക് ഇനി നമുക്ക് നമ്മുടേതായ രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ ആഡ് ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ വെബ്സൈറ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ ഇപ്പം നമ്മൾ ആരുടെയാണോ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ML വാട്ടർ ടെക്നോളജീസിനാണ് നമ്മൾ ആ വെബ്സൈറ്റ് ഇവിടെ കൊടുക്കുന്നു. ഇവിടെ എൻ്റെ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് എന്നുള്ളടത്ത് നമ്മൾ എന്ത് പ്രോഡക്റ്റാണ് നമ്മൾ സർവീസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുക്കുക. ഇവരുടെ വാട്ടർ പ്യൂരിഫയേഴ്സ് ആണ്, വാട്ടർ ഫേസ് എന്ന് ഞാൻ കൊടുക്കുന്നു. ഇത് എന്താണ് ഇതിൻ്റെ അതിന് കീവേഡ്സ് ആണ്. ഈ കീവേഡ്സ് ഒക്കെ നമ്മൾ അവർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആഡ് റൺ ചെയ്യുന്ന രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ കീവേഡ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പുതിയ കീവേഡ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ താഴെ വന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിവിടെ RO സിസ്റ്റം ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് കീവേഡ് പ്ലാനറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മുടെ പഴയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ആഡിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ നമ്മൾ ഈ ആഡിൻ്റെ നമ്മൾ കഴിഞ്ഞ എക്സ്പ്രസ് സെറ്റ് ചെയ്ത പോലെ തന്നെയാണ് ആഡ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കണ്ടോ ഈ ഹെഡ്ലൈൻസും ഈ ഹെഡിങ്ങും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഹെഡ്ലൈൻസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കണ്ടോ കസ്റ്റം വാട്ടർ ഫിൽറ്റേഴ്സ്, അതാണ് നമുക്കിവിടെ അത് ആദ്യം കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹെഡ്ലൈൻസ് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും.
ഡെലിവർ പ്യുവർ വാട്ടർ സൊല്യൂഷൻ, അതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. നമുക്കിവിടെ അതേപോലെ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തതുപോലെ തന്നെ ഹെഡിങ്സ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഹെഡിങ്സ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ താഴെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അതുപോലെ ആയിരിക്കും ആ ആഡിൽ വരുന്നത്. അതുപോലെ അതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തെ സൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ ഇവിടെ ഒരു സൈറ്റ് ലിങ്ക് ആഡ് ചെയ്യുമ്പോൾ എൻ്റെ പ്രിവ്യൂ അവിടെ കാണിക്കും. ഇതാണ് നമ്മുടെ ആഡ്, ഇതാണ് കസ്റ്റം വാട്ടർ ഫിൽറ്റേഴ്സ് ഹോം. ഇത് സൈറ്റ് ലിങ്ക് 1, സൈറ്റ് ലിങ്ക് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓരോ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ആഡിൻ്റെ താഴെയായിട്ട് നമുക്ക് തന്നെ ഇവിടെ കണ്ടോ ബിസിനസ് അനലിറ്റിക്സ് കോഴ്സ്, ഡാറ്റ അനലിറ്റിക് കോഴ്സ്, ഇങ്ങനെ നമുക്ക് ലിങ്ക് കൊടുക്കാനായിട്ട് ഉള്ളൊരു ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഈ സൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അത് നമ്മുടെ ഇത് എടുക്കുമ്പോഴത്തേക്കും ഈ ആഡിൻ്റെ താഴെയായിട്ടാണ് ഈ ഓപ്ഷൻ വരുന്നത്. സൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്ര സൈറ്റ് ലിങ്ക് വേണമെങ്കിലും ഇതുപോലെ ആഡ് ചെയ്യാനുണ്ട്. അതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാനും പറ്റും. ഇപ്പം അവർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഈ പ്രോഡക്ട്സ് ഓഫറിങ്സ് എടുക്കുക. ഈ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ആ ഒരു പ്രോഡക്ട്സ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ URL എടുക്കുക. നമ്മുടെ ഇവിടെ വന്നിട്ട് ഈ ഫൈനൽ URL എന്നുള്ളത് പേസ്റ്റ് ചെയ്യും. ഇവിടെ ഡിസ്ക്രിപ്ഷൻ 1ഉം 2ഉം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ അടിയിൽ നമ്മുടെ ആഡ് കാണിക്കുക, നോർമൽ രീതിയിൽ കാണിക്കാറില്ല, എന്നാലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പേസ് കൂടുതൽ കിട്ടും. അതായത് ഇത് കണ്ടോ ഇവിടെ ആ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കാണിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് ഗൂഗിൾ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പേസ് കൂടുതൽ കിട്ടുകയും നമുക്ക് ക്ലിക്ക് കിട്ടാനുള്ള ചാൻസ് കിട്ടും. അതാണ് അവിടെ ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാണാം അവർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് വന്ന്. ഞാൻ അടുത്ത സൈറ്റ് ലിങ്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സൈറ്റ് ലിങ്ക് 2 എന്നിട്ട് അടുത്ത ഒരു കോൺടാക്ട് അസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കോൺടാക്ട് അസിൻ്റെ പേജിൻ്റെ ലിങ്ക് എടുക്കുക. ഇവിടെ വന്നിട്ട് കോൺടാക്ട് അസിൽ ഡിസ്ക്രിപ്ഷനിലല്ല ഫൈനൽ URL എന്ന് പറഞ്ഞതിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ തന്നെ അവിടെ കോൺടാക്ട് അസ് കാണിക്കും. കേട്ടോ, ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ ആഡ് ചെയ്തിട്ട് ഇതുപോലെ എത്ര എണ്ണം വേണം നിങ്ങൾക്ക് സൈറ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് സൈറ്റ് ലിങ്ക് എന്നാണ് പറയുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത സൈറ്റ് ലിങ്കിൻ്റെ അവിടെ ഇങ്ങനെ രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതിന് ശേഷം കോൾ ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ കോൾ ഔട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ കാണിക്കും. ഇവിടെ നമ്മൾ കോൾ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ RO സിസ്റ്റം എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്നത് നമ്മുടെ ഹെഡിങ് ഈ ഡിസ്ക്രിപ്ഷൻ 1, ഡിസ്ക്രിപ്ഷൻ 2 കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ RO സിസ്റ്റം എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ, അത് ഡോട്ട് ആയിട്ട് ചെറിയ ഇതായിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ കാണിക്കും. അതിനാണ് ഈ കോൾ ഔട്ട് എന്ന് പറയുന്നത്. RO സിസ്റ്റം പ്യൂരിഫയേഴ്സ് എന്ന് കൊടുക്കാം. കേട്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് RO സിസ്റ്റം ഡോട്ട് പ്യൂരിഫയേഴ്സ് ഡോട്ട് അങ്ങനെ നമുക്ക് ഉള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞാൽ കൊടുക്കാം. അട്രാക്റ്റീവ് ആയിട്ടുള്ളത് നമ്മുടെ ഇതിന് റിലവൻ്റ് ആയിട്ടുള്ളത് കൊടുക്കുക. ഇവിടെ നോ കോസ്റ്റ് EMI ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൾ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അടിയിലായിട്ട് ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ വരും. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ 1ഉം ഡിസ്ക്രിപ്ഷൻ 2ഉം നമ്മൾ കൊടുത്തതിന് ശേഷമാണ് ഈ കോൾ ഔട്ട് ഇങ്ങനെ വരുന്നത്. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും താഴേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അത് സേവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഒരു എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് എക്സ്റ്റൻഷൻ എന്നാണ് പറയുന്നത്. മോർ അസ് എ ടൈപ്പിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കോളുണ്ട്. ഇവിടെ കണ്ടോ സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൻ്റെ അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ എന്തെടുത്താലും അതിൻ്റെ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഇത് കാണിക്കുന്നത്. ഇത് ഇവിടെ കണ്ടോ ഹെഡർ വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ. എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ സർവീസ് എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സർവീസ് കാറ്റലോഗ് എന്നുള്ള സെലക്ട് ചെയ്യുക. അപ്പോൾ ഹെഡർ കഴിഞ്ഞിട്ട് ഒരു 2 കോളം വരും. എന്നിട്ട് വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എന്ന് പറയാം. അപ്പം നമുക്കിവിടെ കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കുക. ഇപ്പം വാട്ടർ പ്യൂരിഫയറിൻ്റെ ആണെങ്കിൽ RO സിസ്റ്റം, കൊമേഴ്ഷ്യൽ പ്ലാൻസ്. ഇവിടെ കണ്ടോ നമുക്ക് ഈ 25 ക്യാരക്ടർ വരെയാണ് കൊടുക്കാൻ പറ്റുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ ആഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇതിനാണ് നമ്മൾ സ്നിപ്പറ്റ് എന്ന് പറയുന്നത്, സ്ട്രക്ചർഡ് സ്നിപ്പറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ ആഡ് ചെയ്ത് ഇവിടെ നമ്മൾ കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് കൊടുക്കുക. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. എല്ലാം കൂടെ ആഡ് ചെയ്താൽ അട്രാക്റ്റീവ് ആയിരിക്കണം.
ഇനി അടുത്ത ഇതുപോലെ ഒരു ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് ഇതുപോലെ നമുക്ക് കോൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് ഈ കോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളത്. അതിന് കോൾ ക്ലിക്ക് ചെയ്യുക. എക്സാമ്പിൾ നമ്മുടെ ആ താഴെ ഇപ്പം ഈ കോൾ ഫോൺ നമ്പർ തൊണ്ട ഓപ്ഷൻ വരും. ഇതിനാണ് ആ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാം. നമ്മുടെ കൺട്രി ജസ്റ്റ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് ഒരു ഫോൺ നമ്പർ കൊടുക്കാം. അപ്പോൾ അതിന് പ്രിവ്യൂ റൈറ്റ് സൈഡിൽ കാണിക്കും. കോൾ ഇങ്ങനെ വന്നൊരു നമ്പർ കാണിക്കും. നിങ്ങൾ ജസ്റ്റ് സേവ് കൊടുക്കുക. അപ്പോൾ അത് ആഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്നിട്ട് അപ്ലൈ കൊടുക്കുക. അതിനുശേഷം അതുപോലെ തന്നെ ഉള്ളതാണ് പ്രൊമോഷൻ ഉണ്ട്, പ്രൈസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രൊമോഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്തായാലും നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ എൻ്റെ പ്രിവ്യൂ കാണിക്കും. നിങ്ങൾ ജസ്റ്റ് എന്ത് ടൈപ്പ് പ്രൊമോഷൻ ആണ്, ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആണോ, മദേഴ്സ് ഡേ ആണോ, നാഷണൽ ഡേ ആണോ. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആണോ, ഇൻഡിപെൻഡൻസ് ഡേ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ അപ്പോൾ അതിൻ്റെ ഒരു ഓഫർ വരും കണ്ടോ. എന്നിട്ട് ഇവിടെ നമ്മളൊരു കറൻസി സെലക്ട് ചെയ്യാം. INR ആണെങ്കിൽ INR സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിസ്കൗണ്ട് എത്രയാണെന്നുള്ളത് ഇവിടെ കാണിക്കുക. ഒരു 2000 നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ 2000 ഓഫ്. ഐറ്റം ഏതാണെന്നുള്ളത് ഞാനിപ്പോൾ ഒരു RO സിസ്റ്റം എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണിക്കും, അത് കാണിക്കും RO സിസ്റ്റം 2000 ഓഫ് RO സിസ്റ്റം. എന്നിട്ട് നമ്മുടെ ഇവിടെ URL അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ URL അതിവിടെ കൊടുക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ക്ലയൻറ്റിൻ്റെ സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. ഇങ്ങനെ നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്ന് തൊട്ട് എന്ന് വരാമെന്നുള്ളത് നമുക്കിവിടെ പ്രൊമോഷൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഉള്ളതാണ് ഒരു പ്രൈസ് എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. നമുക്ക് അതും കൊടുക്കാം. ഇത് ആഡ് എക്സ്റ്റൻഷനാണ്. ആഡ് വന്നതിന് ശേഷം അതിന് താഴെ കിടക്കുന്ന എക്സ്റ്റൻഷനാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതും ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഏത് ബ്രാൻഡ് ഏതാണ്, ഇവൻ്റ് ആണോ ബ്രാൻഡാണോ, അത് USDയിലാണോ INRലാണോ ഈ പ്രൈസ് കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു USD INR ആണെങ്കിൽ നമ്മുടെ INR സെലക്ട് ചെയ്യുക. INR സെലക്ട് ചെയ്യുന്നു. പ്രൈസ് ഫ്രം ടു അപ് ടു ആവറേജ് ഇതൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഹെഡർ എന്താണ്, ഇപ്പം നമുക്ക് ഈ RO സിസ്റ്റം തന്നെ കൊടുക്കാം. 5000 RO സിസ്റ്റത്തിന് 5000 ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും 5000. ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഒരു സ്റ്റാർ ഇവിടെ നമുക്ക് സ്റ്റാർട്ട്സ് ഫ്രം 5000 എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടീഷൻസ് അപ്ലൈ എന്നോ അങ്ങനെ വല്ലതും കൊടുക്കാം. അതിനുശേഷം URL നമ്മുടെ പ്രോഡക്റ്റിൻ്റെ URL കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഗൂഗിളിനകത്ത് ആഡ് വരുന്നത്. ആഡ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ സൈഡിൽ താഴെയായിട്ടായിരിക്കും കാണിക്കുന്നത്. കാണിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മുടെ സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രിവ്യൂ ആണ് നമ്മളിവിടെ കാണുന്നത്. ഇത്രയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലീഡ് ഫോം ഉണ്ട്. ഇതും അതുപോലെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ താഴെ നമുക്കൊരു ലീഡ് ഫോം വെക്കാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ നമുക്ക് അതിൻ്റെ താഴെ ആയിട്ട് നമുക്ക് തന്നെ ഇവിടെ ഹെഡ്ലൈൻ എന്താണ് നമ്മുടെ ലീഡ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഹെഡ്ലൈൻ ഫ്രീ വാട്ടർ ചെക്കപ്പ് എന്ന് കൊടുക്കാം. ഇവിടെ ML വാട്ടർ ഡിസ്ക്രിപ്ഷൻ ബുക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും ആ ഫോം വരുന്നത്. ആ ഫോമിൻ്റെ അടി ബുക്ക് ഫ്രീ വാട്ടർ ടെസ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫോമിൻ്റെ അകത്ത് നെയിമും ഫോൺ നമ്പറും കൊടുക്കുന്ന ആൾക്ക് നമ്മളൊരു ഫ്രീ വാട്ടർ ചെക്കപ്പ് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ നെയിം, എവിടെയാണ് സിറ്റി, വേണ്ട കാര്യങ്ങൾ തന്നെ ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ ഇത് മൂന്നുമാണ് അവർക്ക് വേണ്ടെങ്കിൽ നമ്മൾ ഇത് മൂന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. സബ്മിറ്റ് ബട്ടൺ വരുമ്പോഴത്തേക്കും ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ മെസ്സേജ് കാണിക്കുന്നതാണ് കണ്ടിന്യൂ സെർച്ചിങ് ഓൺ ഗൂഗിൾ താങ്ക് യു എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കും. ആഡിൻ്റെ പ്രിവ്യൂ ഇവിടെ ഇങ്ങനെ കാണിക്കും കേട്ടോ. ലേൺ മോർ എന്ന് പറഞ്ഞ കോൾ ടു ആക്ഷൻ ഇതുപോലെ ആയിരിക്കും ഇത് ആഡ് വരുന്നത്. ഇവിടെ നമുക്ക് ML വാട്ടർ ടെക്നോളജി ബുക്ക് ഫ്രീ വാട്ടർ ടെസ്റ്റ് എന്നായിരിക്കും കാണിക്കുന്നത്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫോം ആയിരിക്കും കാണിക്കുന്നത്. ആ ഫോമിൽ ഇത് നെയിം, സിറ്റി, ഫോൺ നമ്പർ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഈ മെസ്സേജ് സബ്മിഷൻ മെസ്സേജ് ഇത് കാണിക്കും. ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം.
എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇവിടെ പോയിട്ട് ഈ പ്രൈവസി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വെബ്സൈറ്റിനും ഒരു പ്രൈവസി പോളിസി വേണമെന്നുണ്ടല്ലോ. അത് മസ്റ്റായിട്ടും എല്ലാ വെബ്സൈറ്റിനും പ്രൈവസി പോളിസി വേണം. അപ്പോൾ ഇവിടെ ഒരു പ്രൈവസി പോളിസി ഒരു പേജ് ഉണ്ടാക്കിയിട്ട് ആ പേജിന്റെ ലിങ്ക് നമ്മളിവിടെ കൊടുക്കണം. അത് കൊടുത്താൽ മാത്രമേ ഇത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റൂ. എങ്കിലും നമുക്ക് അപ്ലൈ കൊടുക്കാനുള്ള ബട്ടൺ ഇവിടെ ഇനേബിൾ ആവത്തുള്ളൂ. മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ആഡ് എക്സ്റ്റൻഷൻ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ആഡ് URL എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യാനുള്ളതാണ്. അതിന് വേറെയും ടൂളുണ്ട്, അത് നിങ്ങളിപ്പോൾ ചെയ്യണ്ട, നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. ഇത്രയും ആഡ് എക്സ്റ്റൻഷൻസ് നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് വേണ്ടുന്നത്, അത്യാവശ്യമുള്ളത് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അട്രാക്റ്റീവ് ആയിരിക്കും നമ്മുടെ ആഡ്. അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ബഡ്ജറ്റാണ് വരുന്നത്. ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് നമുക്കത് റെക്കമെൻഡഡ് ബഡ്ജറ്റ്, ഇപ്പോൾ കേരള മൊത്തമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് റെക്കമെൻഡഡ് ബഡ്ജറ്റാണ് ഈ കാണിക്കുന്നത്. ആവറേജ് ഡെയിലി ഇത്രയും വരും, വീക്കിലി കോസ്റ്റ് ഇത്രയും വരും എന്നാണ് കാണിക്കുന്നത്. സെറ്റപ്പ് കസ്റ്റം ബഡ്ജറ്റ് ഉണ്ട്. നമ്മൾ എക്സ്പ്രസ് ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് വേണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. 500 ആണെങ്കിൽ അത് ഇങ്ങനെ വരും. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണിക്കും. അതിനുശേഷം നമ്മൾ താഴേക്ക് വന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഇത് നമ്മൾ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തെ നമുക്കൊരു റിവ്യൂ ചെയ്യാനുള്ളൊരു ഇത് കാണിക്കും. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റിലേക്ക് വരും. ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഇത് ആഡ് റൺ ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. സെർച്ച് ക്യാമ്പയിനാണ് നമ്മൾ ഇവിടെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മെയിൻ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക്സ് സോ മച്ച്.